എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഓണത്തിൻ്റെ പരിപാടികൾ തുടക്കമായി. അങ്ങനെ ഓണം കൊള്ളാണ്. എല്ലാവട്ടും അമ്മ തന്നെയാട്ടോ നമ്മുടെ വീട്ടിൽ ഓണം കൊള്ള. അങ്ങനെ അണിയൽ പരിപാടി നടന്നുകൊണ്ടിരിക്കുക. ഓണം പൊന്നോണം തിരുവോണം പൊന്നോണം ഓണം പൊന്നോണം തിരുവോണം പൊന്നോണം ഓഹോ വരവായി വരവായി പൊൻചിങ്ങപ്പൂ പുലരി. അങ്ങനെ അച്ഛനൊക്കെ ആർപ്പോ വിളിക്കുകയാണ്. എല്ലാവരും കൂടെ നിന്നിട്ട് ചേട്ടനോടെ ഇടയിൽ കൂടെ പല സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നത്. ഇതെല്ലാ വട്ടമുള്ളത് അച്ഛനാണ് ആർപ്പോ വിളിക്കുക. അങ്ങനെ 3 പ്രാവശ്യം വിളിക്കണമല്ലോ. അപ്പം അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ആർപ്പോ ഒക്കെ വിളിച്ച് ഓണത്തിനെ വരവേറ്റു. അതിനിടയിൽ എല്ലാവരും ചോദിക്കണമൊക്കെ ഉണ്ട് എന്തൊട്ട് സൗണ്ട് കേൾക്കണമെന്ന്. അപ്പം അത് മ്യൂസിക്കാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തട്ടിവിടുക ചേട്ടൻ. നമ്മ പഠിക്കലും ഓണം ഊട്ടാറുണ്ട് കേട്ടോ. അപ്പം അമ്മ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞു. നമ്മുടെ ഓണപ്പൂക്കളൊന്നും ആയിട്ടില്ല. പരിപാടികൾ പതുക്കെ പതുക്കെ നടക്കുന്നു. ഓണം പൊന്നോണം തിരുവോണം പൊന്നോണം ഓണം പൊന്നോണം തിരുവോണം പൊന്നോണം ഓഹോ വരവായി വരവായി പൊൻചിങ്ങപ്പൂ പുലരി വരവായി വരവായി പൊന്നാവണി മധുമലരി ഓണം പൊന്നോണം തിരുവോണം. അങ്ങനെ തിരുവോണ ദിവസമായി. നമ്മളെല്ലാവർക്കും ഹാപ്പി ഓണമൊക്കെ പറയുമായിരുന്നു. പക്ഷെ പലരും പല സൗണ്ടിൽ പറഞ്ഞതാണ് അത് കട്ട് ചെയ്ത് കളഞ്ഞു. അങ്ങനെ അവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. ഓരോരോ സെക്ഷനായിട്ട് പിള്ളേർ അവിടെ ഊഞ്ഞാലാടുന്നുണ്ട്. നമ്മൾ എല്ലാ വട്ടവും ഡ്രസ് കോഡൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ വട്ടം നമ്മൾ വൈറ്റ് ആൻഡ് പിങ്ക് ആണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ അതിൻ്റെ തന്നെ പല ഷെയ്ഡിലുള്ള ഡ്രസ്സുകൾ സൂക്ഷിച്ച് നോക്കി അറിയാം. ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. പക്ഷേ എല്ലാവർക്കും ഏകദേശം ഫോട്ടോയിൽ വരുമ്പോൾ ഒരുപോലത്തെ. അങ്ങനെ ചേച്ചി അവിടെ നിന്ന് ഫോട്ടോ എടുക്കണു. ബാക്കി കൂടെ ഞാൻ വരും. അങ്ങനെ അങ്ങനെ ഓരോ സെക്ഷനായിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഇരിക്കുക. അങ്ങനെ നമ്മുടെ തിരുവോണ ദിവസത്തിലെ അവസാന പരിപാടിയായ സദ്യയിലേക്ക് കടന്നു. അങ്ങനെ എല്ലാവരും സദ്യക്ക് കഴിച്ചുകൊണ്ട് നിൽക്കുക. ഇത് കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിലേക്ക് പോകും. ഞാൻ വീട്ടിലേക്ക് പോകും. ചേച്ചിയും ഓഫീസിലേക്ക് പോകണം. ചേച്ചിക്ക് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അന്ന്. അങ്ങനെ എല്ലാവരും വേഗം ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങളുടെ തിരുവോണ ദിവസം അങ്ങനെ അവസാനിക്കുകയായി.